അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ മോണ്ടിസോറി ഫിലോസഫിയിലെ 5th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് മോണ്ടിസോറി സ്കൂൾ അല്ലേ. ഒരു മോണ്ടിസോറി സ്കൂളുകളുടെ പ്ലാനിങ്ങും ഓർഗനൈസേഷനും എങ്ങനെയുണ്ടെന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ബിസിനസ്സിലും എന്താണ് ഒരു ഡൈനമിക് ലൈഫ് അല്ലേ, ഗിവിങ് എലമെന്റ് ഇൻ എവറി ബിസിനസ്. എന്താണ് മാനേജ്മെന്റ് ഈസ് ദി ഡൈനമിക് ലൈഫ് ഗിവിങ് എലമെന്റ് ഇൻ എവറി ബിസിനസ്. എല്ലാ ബിസിനസ്സിലും ഒരു എന്താണ് ഡൈനമിക് മാനേജ്മെന്റ് എന്താണ് ഒരു എന്തിനും ഒരു ചലനാത്മകമായിട്ടൊക്കെ ജീവൻ നൽകുന്ന ഒരു എലമെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ആ ഒരു ആബ്സെൻസിൽ നമ്മളുടെ റിസോഴ്സസ് എന്തായി തുടരുന്നു? റീമൻ റിസോഴ്സസ് ആയിട്ട് തുടരുന്നു. ഒരിക്കലും പ്രൊഡക്ഷനോ സർവീസോ നമുക്ക് ആകുന്നില്ല. ഒരിക്കലും ഒരു പ്രൊഡക്ഷനോ സർവീസോ ആകുന്നില്ല. മാനേജ്മെന്റ് മൈനസ് ചെയ്യുന്നതെന്തും എന്താണ് ഒന്നുമല്ല എന്ന് ശരിയായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എമൗണ്ട്സ് ടു നത്തിങ്. ഓക്കെ, മാനേജ്മെന്റ് മൈനസ് ചെയ്യുന്നതൊന്നും ശരിയായിട്ടുള്ളതല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഹ്യൂമൻസ്, നമ്മളുടെ മണി, അതുപോലെ നമ്മളുടെ മെറ്റീരിയൽ, മെഷീനറി, ഇവയെല്ലാം ഈ റിസോഴ്സസ് എല്ലാം ഒരു ബിസിനസ്സിന് നമ്മളുടെ കൺസ്യൂമേഴ്സിനെ കൈകാര്യം ചെയ്യാതെ അല്ലെ, കൺസ്യൂമേഴ്സ് വാങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അവരെ എന്ത് ചെയ്യാ അവരൊക്കെ ഒരു കൺസ്യൂമേഴ്സിനെ തൃപ്തിപ്പെടുത്താതെ നമുക്ക് ഒന്നും കഴിയില്ല. അങ്ങനെ ഓരോ ബിസിനസ്സിലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിമുലസ് ആവശ്യമാണ് അല്ലെ. ഓരോ ബിസിനസ്സിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആവശ്യമാണ്. അത് ആർക്ക് മാത്രമേ നൽകാൻ കഴിയുള്ളൂ? മാനേജ്മെന്റിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ബിസിനസ് ഓർഗനൈസേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജിങ് റിസോഴ്സസ് ഫോർ അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റെപ്സ് ഇൻ മാനേജ്മെന്റ്, അതുപോലെ റിസോഴ്സസ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഫ്യൂച്ചേഴ്സ്, ഇവയെല്ലാം നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറെ നോക്കുന്നത് എന്താണ്? ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ ഒരു മേഖലകളിലെ നമ്മളുടെ എന്താണ് യങ് ബിസിനസ് ആസ്പിരൻസ് എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് റോൾ, ഇമ്പോർട്ടൻസ് ആൻഡ് സ്റ്റെപ്സ്. മാനേജ്മെന്റിന്റെ റോളും അതിൻ്റെ ഇമ്പോർട്ടൻസും സ്റ്റെപ്സും ആണ് ഇനി പറയുന്നത്. നമുക്ക് ഫസ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് റോൾ, ഇമ്പോർട്ടൻസ് ആൻഡ് സ്റ്റെപ്സ്. അതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു റിസോഴ്സസ് അത് നമ്മൾ എങ്ങനെയാണ് റിസോഴ്സസ് നമ്മൾ വളരെ എഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ആ ഒരു എയിംസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഫസ്റ്റ് മുതൽ പറയാം. മാനേജ്മെന്റിന്റെ റോള്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സ്റ്റെപ്പ്. മാനേജ്മെന്റ് ഇൻ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ ഈസ് ദി ഫങ്ഷൻ ഓഫ് ദാറ്റ് കോർഡിനേറ്റ്സ്. എന്താണ്? ദി എഫേർട്ട് ഓഫ് ദി പീപ്പിൾ അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ബൈ യൂസിങ് അവൈലബിൾ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നമുക്ക് കിട്ടുന്ന ഈ റിസോഴ്സസ് നമ്മൾ എഫിഷ്യൻ്റ്ലി, എഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു എന്താണ് പറയുന്നത് ഗോൾസ് അല്ലെ, അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പറയുന്നത് പ്യൂപ്പിൾസിനെ നമ്മൾ എന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ലക്ഷ്യം, പ്യൂപ്പിൾസിനെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വർക്ക് നമ്മളുടെ ബിസിനസ്സിലും ഓർഗനൈസേഷനിലും മാനേജ്മെന്റ്, ഇതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബിസിനസ്സുകളിലെയും ഓർഗനൈസേഷനിലെയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക്